നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഉച്ചക്കിലൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള രണ്ട് കറികളാണ് കേട്ടോ. അത് രണ്ടിലും ഏതിലും ഒന്നുണ്ടായാൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അത് മതിയാവും. പക്ഷെ ഞാൻ രണ്ട് സാധനം ഉണ്ടാക്കണേ, നിങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ട രണ്ട് വസ്തുക്കൾ ഇന്ന് രാജേട്ടൻ വാങ്ങിച്ചു കൊണ്ടുവന്ന രണ്ട് സാധനങ്ങളാട്ടോ. നോക്കാം. ഒന്ന് ചേമ്പ്, ചെറുചേമ്പ്, രണ്ട് ഒടിപ്പയർ. ഓക്കെ, കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഒടിപ്പയർ. ഒടി മാത്രമേ ഉള്ളൂ, നീളത്തിലുള്ള ലോങ് ആയിട്ടുള്ള പയറാണ്. ഇത് ചേമ്പ്, ചെറുചേമ്പാണെങ്കിൽ നല്ല വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ആ ചെറുചേമ്പിൽ കൂടെ ഒരു നേന്ത്രക്കായയുടെ കഷ്ണം കൂടി ഇട്ടിട്ടാണ് വെക്കാൻ പോണത് കേട്ടോ. ഇത് നമുക്ക് രണ്ടും നന്നാക്കാം. ചേമ്പ് നന്നാക്കാം, കായും ഒരുമിച്ച്. കായ നന്നാക്കി കഴിഞ്ഞു കേട്ടോ. കായ ഇങ്ങനെ മൂന്നാക്കി പൊളിച്ചിട്ട് നുറുക്കി നീളത്തിലാണ് കേട്ടോ, ചതുരനല്ല. അതുപോലെ ചേമ്പും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. പക്ഷെ ഇത്ര വലിപ്പമുള്ള കാരണം ഞാനത് ഈ രണ്ട് കഷ്ണമാക്കുക കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിൽ ചേമ്പാണെങ്കിൽ ചെറിയ ചേമ്പ് മുറിക്കേ വേണ്ട, കാരണം പാകത്തിനാണ്. ഇത് വലിപ്പം കൂടുതലാണ്. ചെറുചേമ്പ് തന്നെയാണ് കേട്ടോ, കണ്ടിച്ചേമ്പല്ല. നല്ല സ്വാദാട്ടോ ഇത് കൂട്ടാൻ വെച്ചാൽ. അപ്പോൾ രണ്ടാക്കി ഇങ്ങനെയൊക്കെ പൊളിച്ചും വലുതാണെങ്കിൽ പൊളിക്കാം, അല്ലെങ്കിൽ നുറുക്കുക. ഇപ്പോൾ ചെറുചേമ്പിൻ്റെ സമയമാണ് കേട്ടോ. അതായത് മിഥുനം കർക്കിടക മാസം എന്നൊക്കെ പറഞ്ഞാൽ ചേമ്പിൻ്റെയൊക്കെ സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാറുണ്ടോ ചെറുചേമ്പ്? കണ്ടിച്ചേമ്പ് നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ചെറുചേമ്പ് ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ ഒരുമിച്ചിടാണ്. ഒന്ന് കഴുകാം. പണ്ടൊക്കെ അത് കഴുകാൻ ഭയങ്കര മടിയാണ്, കാരണം കയ്യമ്മ ചൊറിയും എന്ന് പറഞ്ഞിട്ട് കഴുകുകയില്ല. ഞാനൊന്നും കഴുകാറില്ല. ഇപ്പം പിന്നെ ഒക്കെ ചെയ്തു തുടങ്ങിയല്ലോ, ചെയ്യണ്ടേ? എന്നാലല്ലേ മക്കൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാട്ടോ അത്. ഇത്രയുണ്ട് ചേമ്പ് പ്ലസ് കായ. നമുക്കിത് കുക്കറിലിടാം കേട്ടോ. അങ്ങനെ കുക്കറിലിട്ടു. ഇനി അതിലേക്ക് ഇത്രയുണ്ട് കേട്ടോ. ഇത് മതിയാവും നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെ. ഉപ്പിടാം, ആവശ്യത്തിനുള്ള ഉപ്പ്, കല്ലുപ്പാണ് ഇട്ടിരിക്കണത് കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. ഇനി മുളക് പൊടി ഇടണം. മുളക് പൊടിയും 1 ടീസ്പൂൺ ഇട്ടുണ്ട്. വെള്ളം ഒഴിച്ചു, 1/2 ഗ്ലാസ് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. അടുപ്പത്ത് വയ്ക്കാം. അടച്ചു. നമുക്കിത് അടച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് 2 വിസിൽ വന്നിട്ട് വരുമ്പോൾ ഓഫാക്കാം. അപ്പോൾ തീ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചു, അടുപ്പത്ത് വെച്ചു. 2 വിസിൽ വരുമ്പോൾ ഓഫാക്കാം. ഇപ്പോൾ 2 വിസിലും വന്നു, പ്രഷറും പോയി കേട്ടോ. തുറക്കാം നമുക്ക്. തുറന്നു നോക്കാമല്ലേ ബെന്തോന്ന്. ബെസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കോ, കായ വേഗം വേവും, ചേമ്പും ബെസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നോക്കിയപ്പോൾ നന്നായിട്ട് പൊടിയുന്നുണ്ട്. വെള്ളമൊക്കെ കുറവാട്ടോ. നമുക്കിതിലേക്ക് മോരൊഴിക്കാം കേട്ടോ. 1 ഗ്ലാസ് മോരാണ് ഞാൻ ഒഴിക്കാൻ പോണത്. 1 ഗ്ലാസ് മോരൊഴിച്ചു. ഇളക്കാം. ഇത്രയ്ക്കേ വേണ്ടൂ കേട്ടോ. ഇത് തിളക്കട്ടെ. നാളികേരം അരച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇത്രയ്ക്ക് ഞാൻ ചെയ്യാറുള്ളൂ. ഇതാണ് ഞാൻ സിമ്പിൾ എന്ന് പറഞ്ഞത്. നാളികേരം ഒഴിക്കുമ്പോൾ സിമ്പിളാവില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടി സ്ട്രോങ് ആവും. നാളികേരം പിന്നെ ജീരകമൊക്കെ ചേർക്കണ്ടേ. ഉപ്പൊക്കെ പാകാട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്ത് വറുത്തിടാൻ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. ചെറിയ പാനിൽ വറുത്തിടാം. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. തിളച്ചു കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ടാൽ ഇപ്പുറത്ത് നമുക്ക് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായിട്ടുണ്ട്. കടുക് 1 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉലുവിടാം. കടുക് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ച് വച്ചു. അത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൽ വറ്റൽമുളക് ഇടാൻ 2 എണ്ണം പൊട്ടിച്ചിട്ടു. ഇതിൽ കറിവേപ്പിലിട്ടു.
ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ അത് ഗാർണിഷിൻ്റെ നല്ല വാസന വന്നു അല്ലേ. അടച്ചു വയ്ക്കാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പകർത്താം കേട്ടോ. അവിടെ ഇരിക്കട്ടെ. നമ്മുടെ പയർ വേവിച്ചു. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ പയർ അടുപ്പത്ത് വെച്ചു. അത് വെന്തു വാങ്ങി ഉപ്പിട്ട് അടുപ്പത്ത് വെച്ചത് കേട്ടോ. അതിലേക്ക് ഉള്ളി മുപ്പിക്കണം. ഒരു 5-6 ചുവന്നുള്ളിയും 3-4 വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളി ചതച്ചത് അതിലേക്ക് ഇടാം. ഇട്ടു. ഇളക്കാവുന്ന 2 കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇടണം. കറിവേപ്പില ഇട്ടു. ബാക്കി കറിവേപ്പില നമുക്ക് എടുത്തു വയ്ക്കാം. ഇന്ന് ഇളക്കാട്ടെ നന്നായിട്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കണം. ഇപ്പോൾ നോക്കൂ, ഒരുവിധം മൂത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി. ഇനി നമുക്ക് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ഇടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇടാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അപ്പോൾ കുറച്ചിട്ടാൽ മതി. കുറച്ച് മതി. നന്നായിട്ട് ഇളക്കിയാൽ അതൊന്ന് മൊരിഞ്ഞ പോലെ കിട്ടും. അപ്പോൾ നമുക്ക് അതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന പയർ ഇട്ടു. ഒറ്റ മണി പോലും ഉള്ളിൽ പണിയുണ്ട്, പക്ഷേ ഒടിയൻ പയറാണ് ഫുള്ളും. ഒന്നും നഷ്ടമാവില്ല, ഫുള്ള് നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം അങ്ങനെ അടുപ്പത്ത് വെച്ചിരുന്നാൽ ഒന്ന് ഇളക്കിയാൽ അതിൻ്റെ വെള്ളം ഒന്ന് വലിയും. മെഴുക്ക് പുരട്ടി അടിപൊളി. അപ്പോൾ നമ്മുടെ 2 കറി തയ്യാറായിട്ടുണ്ട്. സിമ്പിൾ കറികൾ ഉണ്ടോ. മെഴുക്ക് പുരട്ടി അങ്ങോട്ട് നീക്കി വയ്ക്കാം. ചേമ്പും കായും മോരൊഴിച്ച് വെച്ചത് പകർത്താം. ഫുള്ളും പകർത്തി. നല്ല രസമല്ലേ, കാണുമ്പോൾ തന്നെ നമുക്കത് കൂട്ടി ഊണ് കഴിക്കാൻ തോന്നും. ഉണ്ടില്ലെങ്കിലും ഒരു കഷ്ണം ചേമ്പെങ്കിലും തിന്നാൻ തോന്നാത്തവരുണ്ടോ? ചേമ്പ് വിത്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതുപോലെ നമുക്കിതിനി പകർത്തി മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ. മെഴുക്ക് പുരട്ടിയും പകർത്താം. നല്ല സ്വതം ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി ഊണ് കഴിക്കാനായിട്ട് അല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ വീഡിയോ? നോക്കൂ എന്താ രസം എന്നറിയോ. നിങ്ങളിങ്ങനത്തെ ഉണ്ടാക്കാറില്ലേ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പം നമ്മുടെ 2 കറികൾ തയ്യാറായി. ഒന്ന് ഒടിപ്പയർ, ഒടി മാത്രമേ ഉള്ളല്ലോ, കണ്ടില്ലേ? അത് നല്ല സൂപ്പറാണ്, ഒന്നും പോവാനില്ലല്ലോ. നല്ല ഒരു ഉപ്പേരി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ ചേമ്പും കായും കൂടിയിട്ട് മോരൊഴിച്ച് കൂട്ടാം. മോരൊഴിച്ച് വയ്ക്കാം, പുളി ഒഴിച്ച് വയ്ക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണതായിരിക്കാം, എങ്കിലും നല്ല കറിയല്ലേ ഇത്. ഇതൊക്കെയാണ് കർക്കിടക മാസത്തിലെ കറികളൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇങ്ങനെയല്ല വേറെ തരത്തിലാണ് വയ്ക്കണേന്ന് തുടങ്ങി അതൊക്കെ ഒന്ന് എന്നോട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ പറയൂ, ഞാൻ ചെയ്യാം. ഓക്കെ, യെസ്, താങ്ക് യു.